350യുടെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ റിച്ചും ലക്ഷൂറിയസും പ്രസൻറ്റുമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ബീജ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിന് മൊത്തം നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു റോ വുഡൻ ഫിനിഷും ഇതിൻ്റെ കൺസോളിലും ഡോർ ട്രിമ്മുകളിലും നൽകിയിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷറി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര അധികം ഒരു ലക്ഷൂറിയസ് ആയ അല്ലെങ്കിൽ ഒരു ക്ലാസി ആയ ഇൻറ്റീരിയർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ തുടങ്ങാം. 4 സ്പോക്കാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ. സാധാരണ AMG ട്യൂൺഡ് വാഹനങ്ങളിൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ഒരു സ്പോർട്ടിയർ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നൽകാറ്. എന്നാൽ ഇത് കുറച്ചുകൂടെ ക്ലാസി ആയിട്ടുള്ളൊരു വാഹനമായതുകൊണ്ട് ഇതൊരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നൽകിയിരിക്കുന്നത്. അതിനകത്ത് സ്റ്റിയറിംഗ് മോൾഡഡ് കൺട്രോൾസ് നൽകിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള വാഹനങ്ങൾ കാണുന്ന തരത്തിലുള്ള കൺട്രോളുകളാണ് നൽകിയിരിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ടിൽറ്റബിൾ ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. അതിൻ്റെ ഒരു ലിവർ എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയൊരു ലിവറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസകരമായ ഒരു ലിവറാണ്. അത് മുകളിലേക്ക് ഉയർത്തിയാൽ പതുക്കെ ഈ സ്റ്റിയറിംഗ് വീല് മുകളിലേക്കാവും, താഴത്തേക്കാക്കിയാൽ താഴത്തേക്കാവും. അതുപോലെ ടെലിസ്കോപ്പിക് ആക്കാൻ നമുക്ക് സാധിക്കും. ഇത് വളരെ രസകരമായൊരു ഫീച്ചറാണ്. അതിന് താഴെയായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു ലിവർ നൽകിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഇതിൻ്റെ വൈപ്പർ ഇൻഡിക്കേറ്റർ ലിവറും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ 7 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നാവിഗേഷനുണ്ട്, നമുക്ക് ഫോൺ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയുണ്ട്. ഒരു 360 ഡിഗ്രി ക്യാമറ വ്യൂ ഉള്ള വാഹനമാണ് ഇത്. നമ്മൾ എക്സ്റ്റീരിയർ റിവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായല്ലോ, അത് ആ 360 ഡിഗ്രി വ്യൂ കാണുന്ന ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ്. അതിന് താഴെയായിട്ടാണ് ഒരു 6 CD ചേഞ്ചർ ഒരു ഓഡിയോ സിസ്റ്റം നൽകിയിരിക്കുന്നത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയ ഒരു ഓഡിയോ സിസ്റ്റമാണ് ഈ ഒരു 6 CD ചേഞ്ചർ ഓഡിയോ സിസ്റ്റം. കൂടാതെ നമുക്ക് ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വീഡിയോ CD ഇട്ടാൽ വീഡിയോയും കാണാൻ സാധിക്കും. ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ USB കണക്ടിവിറ്റി വരുന്ന ഈ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലായിട്ടാണ്. അതിൻ്റെ അകത്ത് USB കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ നമുക്ക് ഐപാഡും കണക്ട് ചെയ്യാൻ സാധിക്കും. അതിന് താഴെയായിട്ടാണ് ഈ ഒരു ക്ലൈമറ്റ് കൺട്രോൾ AC നൽകിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് AC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈച്ച് പാസഞ്ചർക്ക് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു AC ആണിത്. ഇത് ഈ വാഹനത്തിൻ്റെ വിവിധ സോണുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സോണുകളിലെല്ലാ പാസഞ്ചർക്കും ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ AC. അപ്പോൾ അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ആ AC കൺട്രോളുകളുടെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ആ സ്റ്റോറേജ് സ്പേസിൽ ഒരു ആഷ്ട്രയും നൽകിയിട്ടുണ്ട്, ഒരു 12 വാട്ട് ചാർജബിൾ ഡിവൈസ് നൽകിയിട്ടുണ്ട്. ആ ചാർജബിൾ ഡിവൈസിൻ്റെ പിന്നിലായിട്ടാണ് ഒരു കപ്പ് ഹോൾഡർ നൽകിയിരിക്കുന്നത്. അത് നമുക്ക് കപ്പ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെക്കുന്ന തരത്തിലാണ് ഈ ഒരു കപ്പ് ഹോൾഡർ നൽകിയിരിക്കുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്. ഈ കപ്പ് ഹോൾഡറിന് മുകളിലായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാവുന്ന ഒരു ജോയ്സ്റ്റിക്ക് നൽകിയിട്ടുണ്ട്. ആ ജോയ്സ്റ്റിക്കിലൂടെ നമുക്ക് ഈ മാപ്പിൽ എങ്ങോട്ടാണ് പോകേണ്ടത് അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിലെ പാട്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പാർക്കിംഗ് അസിസ്റ്റൻറ്റിനെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോയ്സ്റ്റിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ സ്റ്റോറേജ് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ആംബ്രസ്റ്റിന് താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കൂടാതെ 2 കപ്പ് ഹോൾഡറുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലൗ ബോക്സും ഈ വാഹനത്തിലുണ്ട്. ഈ ഗ്ലൗ ബോക്സ് അത്യാവശ്യം വലിയ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലൗ ബോക്സാണ്. നല്ല രീതിയിൽ സാധനങ്ങൾ കൊള്ളുന്ന ഒരു ഗ്ലൗ ബോക്സാണ്. പിന്നെ നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു സീറ്റിനെ പറ്റിയാണ്. വളരെ കംഫർട്ടായിട്ടുള്ള വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ സീറ്റ്. ആ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റു പല ബെൻസ് വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഡോർ ട്രിമ്മിലാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഡോർ ട്രിമ്മിൽ വെച്ച് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 3 മെമ്മറി നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ആര് വാഹനം എടുത്താലും നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെമ്മറി ഞെക്കിയാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റോർഡ് ഡിവൈസിലേക്ക് ആ ഒരു മെമ്മറിയിലേക്ക് വരുന്നതാണ്. ഇനി സെക്കൻഡ് റോ സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് GL ക്ലാസ്സിൽ ബെൻസ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിൽ നല്ല ലെഗ് സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ അതിനൊത്ത ഹെഡ് സ്പേസും ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു വാഹനത്തിന് പഴയ GL-ലുമായിട്ട് ഒരുപാട് സൈസിന് വ്യത്യാസമുണ്ട്, സൈസ് കൂടുതലുണ്ടെന്ന്. അപ്പോൾ ആ കൂടിയതിൻ്റെ ഗുണഗണങ്ങളൊക്കെ അറിയുന്നത് നമ്മൾ ഈ ഉൾഭാഗത്താണ്. അത്ര സ്പേഷ്യസ് ആണ് ഈ ഉൾഭാഗം. എത്ര ഒരു 6 അടി പൊക്കക്കാരൻ വരെ ഇരുന്നാലും ഇത്
സുഖമായി വളരെ കംഫർട്ടബിളായി എത്ര ദൂരം വേണേലും യാത്ര ചെയ്യാൻ പറ്റും. അത്ര കംഫർട്ടാണ് ഈ ഒരു വാഹനത്തിനുള്ളിൽ നൽകുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ നടുക്ക് ഒരു AC വെൻറ്റുകളും നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന AC വെൻറ്റുകളാണ്. സാധാരണ നമ്മൾ ഒരു SUV അല്ലെങ്കിൽ ഒരു സെഡാൻ, ഒരു ലക്ഷറി കാറുകളിലൊക്കെ കാണുന്നത് ഒരു AC വെൻറ്റുകൾ സാധാരണ നടുക്ക് ഒറ്റ AC വെൻറ്റുകൾ കൊണ്ട് ഒതുക്കാറാണ് പതിവ്. എന്നാൽ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി B-പില്ലറുകളിലും AC നൽകിയിട്ടുണ്ട്. അതുപോലെ റൂഫിലും AC നൽകിയിട്ടുണ്ട്. ഇത്രയധികം AC വെൻറ്റുകളുള്ള വാഹനം വേറെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. അത്ര അധികം AC വെൻറ്റുകളാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്തെ പറ്റി പറയുകയുണ്ടായി. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു വാഹനമാണ് ഇത്. ഫ്രണ്ടിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു പിൻഭാഗത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സീറ്റിൻ്റെ അടിയിൽ വരെ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. വളരെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇത് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാവുന്ന വളരെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഈ സീറ്റിനടിയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഞാനിരിക്കുന്ന സീറ്റും ഇതുപോലെ നമുക്ക് ഉയർത്തി ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി GL ക്ലാസിൻ്റെ തേർഡ് റോ സീറ്റുകളെ പറ്റി പറയാം. സാധാരണ എല്ലാ SUVകളിലും ഈ തേർഡ് റോ സീറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉദ്ദേശിച്ചുള്ളതായിരിക്കും. അല്പം ചെറിയ സീറ്റായിരിക്കും. അതുപോലെ തന്നെ 2 പേർക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ സീറ്റും 2 പേർക്കാണ് ഇരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചല്ല ഈ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്പം മുതിർന്ന ആൾക്കാർക്കും ഈ സീറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പിന്നെ സീറ്റിൻ്റെ 2 സീറ്റിൻ്റെയും വശങ്ങളിലായിട്ട് ഇതിൻ്റെ ഒരു കപ്പ് ഹോൾഡറും നൽകിയിട്ടുണ്ട്. എന്നാൽ അല്പം പൊക്കം കൂടുതലുള്ള ഒരു 6 അടി ഉയരമുള്ള ആൾക്കാർക്കൊക്കെ ഈ സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിരിക്കുകയില്ല. അപ്പോൾ ഒരു കൺജസ്റ്റൻ നൽകുന്ന സീറ്റുകളായിരിക്കും ഇത്. ഇനി മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലാസി ഇൻറ്റീരിയറാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും.